ഒരു പ്രഭാതത്തിൽ സാൽവഡോർ ഡാലി നടക്കാനിറങ്ങി. നനഞ്ഞ പഴുത്തിലകൾ വീണ് കിടക്കുന്ന ഒരു പുൽമൈതാനത്തിലൂടെ അദ്ദേഹം നടന്നുകൊണ്ടിരുന്നപ്പോൾ മുന്നിൽ ഒരു തിളക്കം. താഴേക്ക് നോക്കിയപ്പോൾ പോയ ദിവസത്തെ രാത്രിയിൽ എപ്പോഴോ ആകാശത്തിൽ നിന്ന് അടർന്നു വീണ ഒരു നക്ഷത്രമായിരുന്നു അത്. ആ നക്ഷത്രം അദ്ദേഹത്തിൻ്റെ നീളൻ കുപ്പായത്തിൻ്റെ കീശയിലെടുത്തിട്ട് അദ്ദേഹം വീട്ടിലേക്ക് പോയി. വീട്ടിൽ ഒരു സ്ഫടിക ഗോളത്തിൽ അദ്ദേഹം ആ നക്ഷത്രത്തിനെ നിക്ഷേപിച്ചു. പിന്നീട് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വൈദ്യുത വിളക്കുകൾ പ്രകാശിപ്പിക്കേണ്ടി വന്നിട്ടില്ല. സ്വാഗതം. ജോസ്കോ ജുവലേഴ്സ് അശ്വമേധം പവേർഡ് ബൈ സാറാസ് കറി പൗഡർ. അറിവിൻ്റെ ഈ നക്ഷത്ര തിളക്കത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യും. ഒപ്പം നമ്മുടെ നോബൽ ഗൈഡ് ആദരണീയനായ ശ്രീ കാവാലം ശ്രീകുമാർ. നമസ്കാരം. നിമ്മി അരുൺ ഗോവൻ, ഗുഡ് ഈവനിങ്. തൻ്റെ കീശയിൽ സാൽവഡോർ ഡാലി നിക്ഷേപിച്ചത് ഒരു നക്ഷത്രത്തെയാണ്. അറിവിൻ്റെ നക്ഷത്രങ്ങൾ ഇന്ന് പ്രേക്ഷകരുടെ മനസ്സുകളിലേക്ക് നിക്ഷേപിക്കാൻ അമ്പെയ്യാൻ ആരാണെത്തുക? കാണാം ഈ പ്രൊഫൈൽ. ഇവിടെ ഞാനുണ്ട് മഞ്ഞ് പൊഴിഞ്ഞ രാത്രികളുടെ നിലാവിൻ്റെ നെടുവീർപ്പുകളിൽ. ഞാൻ ശാലിനി ദേവാനന്ദ്. 15 വർഷമായി തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിൽ ഒരു ഭക്ഷണശാല നടത്തുന്നു. തിരുവനന്തപുരം ജില്ലയിൽ തന്നെയുള്ള ബാലരാമപുരം എന്ന സ്ഥലത്താണ് എൻ്റെ ജനനം. അതിനടുത്ത് തന്നെയുള്ള സെൻറ്റ് ക്രിസോസ്റ്റോംസ് കോൺവെൻറ്റിലാണ് ഞാൻ പഠിച്ചത്. വളരെ ചെറുപ്പത്തിൽ തന്നെ വിവാഹം കഴിഞ്ഞ് ഈ നഗരത്തിലെത്തിയ ഞാൻ ജീവിക്കാനായി ഒരു ഉപജീവന മാർഗം എന്ന നിലയ്ക്കാണ് ഹോട്ടൽ തുടങ്ങിയത്. ഞാനും എൻ്റെ ഭർത്താവും കൂടെ ചേർന്നാണ് 15 വർഷം മുൻപ് ഈ ഹോട്ടൽ തുടങ്ങിയത്. എൻ്റേതായി 3 കവിതാ സമാഹാരങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. 6 വർഷം മുമ്പ് എൻ്റെ ആദ്യ കവിതാ സമാഹാരം മലയാളത്തിൻ്റെ പ്രിയ കവി ONV സാറാണ് അവതാരിക എഴുതി എന്നെ അനുഗ്രഹിച്ചത്. പുസ്തകത്തിൻ്റെ പേര് ഇലച്ചാർത്ത് എന്നാണ്. രണ്ടാമത്തെ പുസ്തകം മഴനാരികൾ ചിന്ത പബ്ലിക്കേഷൻസാണ് പുറത്തിറക്കിയത്. അത് മലയാളത്തിൻ്റെ പ്രിയ കവയത്രി സുഗതകുമാരി ടീച്ചറാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ ജൂണിൽ പുറത്തിറങ്ങിയ അക്ഷരത്തുട്ടുകൾ കറണ്ട് ബുക്സാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിന് മലയാളത്തിൻ്റെ പുണ്യമായ MT സാർ അവതാരിക എഴുതിയതിന് ശേഷം എന്നെ കാണാൻ ഇവിടെ തിരുവനന്തപുരത്ത് വന്നപ്പോൾ എൻ്റെ ഭക്ഷണശാലയിൽ വന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്തു. അത് എന്നെപ്പോലെ ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അംഗീകാരവും പുണ്യവുമാണ്. പ്രേമാതിഥേയ ചോർന്നു തീരാത്തൊരു സ്നേഹപാത്രം ഞാൻ നൽകി വറ്റാത്തൊരു. വളരെ പ്രശസ്തരായ ഒരുപാട് ആൾക്കാർ ഇത്രയും വർഷം കൊണ്ട് ഈ ഹോട്ടലിൽ വരികയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് തന്നെ അവർ തരുന്ന ഒരു വലിയ പ്രോത്സാഹനവും അംഗീകാരവും ഒരു കവിതയോടൊപ്പം ഹോട്ടലും അതിനോടൊപ്പം ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെ പ്രേരിപ്പിക്കുന്നു. സൂര്യനണയുന്നതു കണ്ട് സായൂജ്യമടയുന്ന മണൽത്തരികളാ കല്ലിൽ കൊത്തിയ ശില്പം പോലെ. 10 കൊല്ലം മുൻപ് കൈരളി നടത്തിയിരുന്ന ജനപ്രിയ പരിപാടിയായ അശ്വമേധം പുനരാരംഭിച്ചിരിക്കുകയാണ്. ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ അശ്വമേധത്തിൽ പങ്കെടുക്കാൻ എനിക്കും താല്പര്യമുണ്ടായിരുന്നു. ആ പരിപാടി പുനരാരംഭിച്ചപ്പോൾ അതിൽ അവരുടെ ക്ഷണം സ്വീകരിച്ച് ഞാനും ഇവിടെ എത്തിയിരിക്കുകയാണ്. ഈ പരിപാടിയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ എനിക്കും വളരെ സന്തോഷമുണ്ട്. മുഖത്തോട് മുഖം നോക്കി നമുക്കൊരു ഉടമ്പടി ഉണ്ടാക്കാം. അതെ, അത് ശാലിനി തന്നെയാണ്. സ്വാഗതം ശാലിനി. ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതിയായ സ്ത്രീ ആരാ? ശാലിനി എഴുതി, അത് ശാലിനി തന്നെയാണ്. ശാലിനിയുടെ ഭാഗ്യം നമുക്ക് പരീക്ഷിക്കാം. ആ ബൗളിൽ നിന്നും ഒരു വിഷയം. തടവറ. ശാലിനി, ഞാൻ പറയുന്ന വാചകം ശരിയോ തെറ്റോ എന്ന് മാത്രം പറയുക. കിം ചിഹായ്, നിന്റെ തടവറയുടെ ജനലരികിൽ നീ ആരെയാണ് കാത്തിരിക്കുന്നത് എന്നെഴുതിയത് സച്ചിദാനന്ദനാണ്. ശരിയാണ്.
ശാലിനിയുടെ ഉത്തരം 100% ശരിയാണ്. മിർ റിയൽറ്റേഴ്സിന്റെ 1000 രൂപയുടെ സമ്മാനം തിരികെ നിക്ഷേപിച്ചു. എന്താണ് ശാലിനി വിഷയം? വാർത്താവിനിമയം. വാർത്താവിനിമയം തിരികെ നിക്ഷേപിച്ചോളൂ. പ്രവുത ഏത് രാജ്യത്തിലെ വാർത്താ മാധ്യമമായിരുന്നു? ചോയ്സ് എ റഷ്യ, ചോയ്സ് ബി അമേരിക്ക. റഷ്യ ശരിയായ ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. 1,2500 ഫ്രം മിർ റിയൽറ്റേഴ്സ്. മൂന്നാം റൗണ്ടിലേക്ക്. ഭരണാധികാരികൾ തിരികെ നിക്ഷേപിച്ചു. താഴെ പറയുന്നവരിൽ ആരാണ്, ഇനി ഞാൻ പറയുന്നവരിൽ ആരാണ് പ്രസിഡന്റ് ആയിരുന്ന വനിത? വില്യം ഗോൾഡാമയർ, ഇന്ദിരാഗാന്ധി, സിരിമാവോ ബെണ്ടാരനായക്. ഗോൾഡാമയർ ശരിയായ ഉത്തരം. മറ്റു രണ്ടുപേരും പ്രധാനമന്ത്രിമാരായി. ശരിയായ ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. യു ഹാവ് won ₹5,000 ഫ്രം മിർ റിയൽറ്റേഴ്സ്. ഇനി ഒരു കാഴ്ച. എന്താണ് ഈ കലാരൂപം? കുമ്മാട്ടി ശരിയായ ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. യു ഹാവ് won 10,000 ഫ്രം മിർ റിയൽറ്റേഴ്സ്. കവിതയുടെ കനലെരിയുന്ന മനസ്സും പാചകത്തിന്റെ കൈപുണ്യവുമായി തലസ്ഥാന നഗരത്തിന്റെ ഹൃദയത്തിൽ ശാലിനിയുണ്ട്. യജ്ഞഭൂമിയിൽ ശാലിനിയുണ്ടോ? ശാലിനി യജ്ഞത്തിലേക്ക് കടന്നു വരികയാണോ? ലെറ്റ്സ് സീ. യെസ് ഓർ നോ? Yes is the sign and Shalini walk in. ശാലിനി, ആ സ്ഫടികഗോളത്തിൽ നിന്ന്, വിജ്ഞാനഗോളത്തിൽ നിന്ന് ഒരു വിഷയമെടുക്കാം. ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയുടെ പേര് മനസ്സിൽ ഓർക്കുകയും ചെയ്യും. ഓൾ ദി ബെസ്റ്റ്. വിഷയം എന്നോട് പറയണ്ട കേട്ടോ. ഓർത്തു. യു ക്യാൻ മേക്ക് എ മൂവ്. ശാലിനി മനസ്സിലോർക്കുന്ന വ്യക്തിയെ അംഗീകരിക്കപ്പെട്ടാൽ നമ്മൾ കടക്കും ശാലീന സുന്ദര യജ്ഞം. ശാലിനി, ഓൾ ദ ബെസ്റ്റ്. ശ്രീ കാവാലം ശ്രീകുമാർ, ശാലിനി വിചാരിച്ച പേര് താങ്കൾ അംഗീകരിക്കുന്നു? നിമിയുടെ കമ്പ്യൂട്ടർ ശാലിനിയെ സഹായിക്കാൻ തയ്യാറാണ്? തയ്യാറാണ്. ഇരിക്കൂ ശാലിനി. ശാലിനി ഒരു കുറ്റവാളിയാണ്. സമ്മതിക്കുന്നു? അറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഇഷ്ടപ്പെടുന്ന ആയിരക്കണക്കിന് പ്രേക്ഷകരുടെ മുന്നിൽ ഒരു കാര്യത്തിൽ ശാലിനി കുറ്റവാളിയാണ്. കാരണം നവമാധ്യമങ്ങളിലൂടെയും നേരിട്ട് കാണുമ്പോഴും എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളല്ല എന്നോട് പറയുന്ന ഏറ്റവും വലിയ ആൾ. എന്തിന്? ഈ അശ്വമേധത്തിൻ്റെ ചിത്രീകരണം നടത്തുന്ന പ്രമുഖ വ്യക്തികളെല്ലാം എന്നോട് ദിവസവും പറയുന്ന എന്നെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പരാതി എൻ്റെ അമിതവണ്ണമാണ്. അതിൻ്റെ പ്രധാന കുറ്റവാളികളിൽ ഒന്ന് ശാലിനിയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ ഇപ്പൊ ശാലിനി സമ്മതിക്കും? അറിഞ്ഞൂടെ? അറിഞ്ഞേ പറ്റൂ. ഉച്ചനേരത്തും 2 ചപ്പാത്തിയിൽ ആഹാരം ഒതുക്കണം പ്രദീപേ എന്ന് എല്ലാവരും എന്നോട് പറയുമ്പോൾ ഞാൻ അവരോട് പറയും, അത് തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിൽ ശാലിനിയുടെ ഭക്ഷണശാലയിൽ പോയി ചോറും പൊരിച്ച മീനും കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ഉച്ചയ്ക്ക് ഊണ് എന്ന് ചോദിക്കും.
അപ്പോൾ ആ ഒരു ആഹാര താല്പര്യം എന്നിലുണ്ടാക്കിയത് നിങ്ങളുടെ കൈപുണ്യമാണ്. അപ്പോൾ നിങ്ങൾ ആ അർത്ഥത്തിൽ എൻ്റെ ഈ അമിത വണ്ണത്തിന് കാരണക്കാരിയാണ് അല്ലേ? പക്ഷേ നിങ്ങളുടെ പാചകത്തോടൊപ്പം നിങ്ങളുടെ കവിതകളും വളരെ പ്രശസ്തമാണ്, വളരെ ശക്തവുമാണ്. ശാലിനിയുടെ ഒരു കവിത സാറ് തന്നെ വായിച്ചാൽ മതി. ഏത് വായിക്കണം? മഴ കൊതിപ്പിച്ച പ്രണയം. മഴ കൊതിപ്പിച്ച പ്രണയം അല്ലേ? മഞ്ഞായി കൊതിപ്പിച്ച് മഴയായി നനഞ്ഞ് മൗനമായി പുണരുന്ന മോഹമാണെൻ്റെ പ്രണയം. ആരുമില്ലെന്നുറപ്പിച്ച് കാറ്റുമീ ജനാല വലിച്ചടയ്ക്കവേ നിന്റെ കണ്ണിൽ എൻ്റെ കാഴ്ച മങ്ങാത്ത മൺവെളിച്ചം തിരഞ്ഞ് ഞാൻ എൻ്റെ മൺവിളക്കൂതി തെളിയിച്ചിരിക്കുന്നുവോ? അറിയില്ല. ഈ കവിതയുടെ ബാക്കി കുറച്ച് ചോദ്യങ്ങൾക്ക് ശേഷം തുടങ്ങാം. എൻ്റെ അശ്വമിത്രമേ, ആഹാരവും അക്ഷരവും തരുന്ന ശാലിനിയോടൊപ്പം ഞാൻ യാത്ര ചെയ്തോട്ടെ. മനസ്സിൻ്റെ മണിച്ചെപ്പിൽ ഒളിപ്പിച്ചു വെച്ച മഹാവ്യക്തിയെ കണ്ടുപിടിക്കാനുള്ള ഈ ശ്രമത്തിലേക്ക്. എൻ്റെ ആദ്യത്തെ ചോദ്യം, ശാലിനി വിചാരിച്ച വ്യക്തി പുരുഷനാണ്? അല്ല. ജീവിച്ചിരിക്കുന്നു? ഉണ്ട്. 50 വയസ്സ് കഴിഞ്ഞു. അപ്പൊ അത് ശാലിനി അല്ല. മലയാളി അല്ല. രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നാണോ പ്രധാന മേഖല? ആണ്. രാഷ്ട്രീയം അല്ല. സൗത്ത് ഇന്ത്യൻ ആണ്. ഓർമ്മകൾ ഒരിക്കലും ഘനീഭവിക്കാത്തൊരു സുതാര്യ പാളിയായി ആത്മവേദനകളുടെ ഹിമാനിക്കുമേലെ അതിലൊരു പാളി പോലും ഘനീഭവിക്കാൻ അനുവദിക്കാത്ത എൻ്റെ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാവനാ പ്രക്രിയയാൽ നിന്റെ പ്രണയം അനശ്വരമായി കുടിയേറ്റിയിരിക്കുന്നു. തമിഴ്നാട് ആണ്. ചെറുകഥാ നോവൽ ഇതിലൊന്നാണോ പ്രധാനം? തമിഴ് ഭാഷയിൽ തന്നെയാണോ എഴുതുന്നത്? തമിഴ് ഭാഷയിൽ തന്നെയാണ് എഴുതുന്നത്. അവരുടെ കൃതികൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്? അറിയില്ല. ലൈഫ് ലൈൻ പല ഭാഷകളിലും ചെയ്തിട്ടുണ്ട്. പല ഭാഷകളിലും ചെയ്തിട്ടുണ്ട്, മലയാളത്തിലേക്ക് മാത്രമല്ല. അവ്യാഖ്യേയമായ എൻ്റെ മാത്രം ആശയങ്ങളാൽ ഞാനതിനൊരു ചുറ്റുമതിൽ തീർത്തിരുന്നു. നിന്റെ ഒരു നല്ല ചിരിക്കായി ഏറെക്കാലമായി കാത്തിരിക്കുന്നു. പലരോടും നീ ചിരിച്ചു പോകുന്നത് കണ്ട് ഞാൻ കൊതിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദളിത് റൈറ്ററാണ് അവർ എന്ന് പറയണം. ലൈഫ് ലൈൻ. നോ. ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ ശാലിനി ആ വ്യക്തിക്ക്? ലഭിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ഇല്ല. നാഷണൽ അറ്റൻഷൻ, ദേശീയ ശ്രദ്ധ നേടിയിട്ടുണ്ട്, ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടില്ല. അവരുടെ പേരിന് 2 ഭാഗങ്ങളുണ്ട്. അവരുടെ പേര് ആരംഭിക്കുന്നത് ABCDEFGHIJ എന്നീ അക്ഷരങ്ങളിൽ ഒന്നിലാണ്. PQRST R S ആണ്. ഈ ശാലിനി എന്ന് പറയുന്നത് പോലെ എസ്സിൽ ആരംഭിക്കുന്ന ഒരു പേര്. ശാലിനി അവരുടെ കൃതികൾ വല്ലതും വായിച്ചിട്ടുണ്ടോ? അതൊരു ചോദ്യമല്ല. എനിക്കങ്ങനെ ഞാൻ വായിച്ചിട്ടില്ല, കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. വായന എന്ന് പറയുന്നത് വളരെ കുറവുള്ള ഒരാളാണ്. എഴുത്തുകാരി എന്ന് പറയാൻ തന്നെ ഒരു വായന കുറവായ ഒരു എഴുത്തുകാരി എന്ന് പറയാൻ തന്നെ എനിക്ക് നാണക്കേടാണ്. കാരണം വായിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഒരുപാട് വായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ ജോലി അറിയാതെ എന്തായിരുന്നാലും പറഞ്ഞു പകൽ മുഴുവൻ എല്ലാ സമയത്തും ആ തിരക്കിലാണ്. പിന്നെ എല്ലാ തിരക്കും കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്യുന്നത്.
അപ്പോൾ ഒരു പുസ്തകം സാധാരണ ഒരാഴ്ച കൊണ്ട് ഒരാൾ വായിക്കാൻ കഴിയുന്ന ഒരു പുസ്തകം എനിക്ക് വായിച്ചു തീർക്കണമെങ്കിൽ ഒരു 4-5 മാസം വേണ്ടി വരും. കാരണം കുറച്ച് അക്ഷരം മാത്രമല്ലല്ലോ, ആഹാരവും ഉണ്ടാക്കണമല്ലോ. തിരക്കാണ് പകൽ മുഴുവൻ. ചെറിയ വീടിനോട് ചേർന്നുള്ള ഒരു ചെറിയ ഭക്ഷണശാലയാണെങ്കിൽ കൂടെയും നല്ല തിരക്കാണ്. അപ്പോൾ അതുപോലെ ജോലിയുണ്ട് അവിടെ. ആ തിരക്കും പിന്നെ കുടുംബത്തിൻ്റെ കാര്യങ്ങളും എല്ലാം നോക്കി വരുമ്പോൾ സമയത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ശാലിനി എഴുതി, നന്മകൾ ഇലകളായി പൊഴിയാത്ത ബന്ധമാണ് എനിക്കിഷ്ടം, വേരുകൾ അടരാത്ത മണ്ണിൻ്റെ ഗന്ധമാണ് എനിക്കിഷ്ടം എന്ന്. മറ്റുള്ളവരുടെ പുസ്തകങ്ങൾ വായിക്കാൻ കഴിയാത്ത ഒരെഴുത്തുകാരിയാണ് ശാലിനി. ശാലിനിയുടെ എൻ്റെ കയ്യിലിരിക്കുന്ന പുസ്തകങ്ങൾക്ക് ശാലിനി ദേവാനന്ദ് ഇട്ടിരിക്കുന്ന പേര് മഴനാരുകൾ എന്നാണ്. മഴനാരുകൾ. മഴനൂലുകൾ എന്നതിനേക്കാൾ മനോഹരമായ പ്രയോഗമാണ് മഴനാരുകൾ. ശാലിനി വിചാരിച്ച വ്യക്തി തമിഴ് അല്ലാതെ മറ്റേതെങ്കിലും ഭാഷയിൽ എഴുതിയിട്ടുണ്ടോ എന്നറിയില്ല. വിവർത്തനം ചെയ്തിട്ടുണ്ടോ മറ്റു ഭാഷകളിൽ? അവർ തമിഴല്ലാതെ മറ്റ് ഭാഷകളിൽ എഴുതിയിട്ടുണ്ടോ? അറിയില്ല. ഇല്ല 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 ഇല്ല. അവരുടെ കൃതികൾ ഫിലിമറ്റൈസ് ചെയ്തിട്ടുണ്ടോ? ചലച്ചിത്രവൽക്കരിക്കപ്പെട്ടിട്ടുണ്ടോ? അറിയില്ല. ഉണ്ട്. ലൈഫ് ലൈനുകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. പകലൂതി കത്തിക്കുന്ന വിയർപ്പ് തുള്ളികൾ അർദ്ധരാത്രിയിൽ എൻ്റെ അക്ഷരങ്ങളെ പോലും പൊള്ളിക്കുന്നു. ശാലിനി വിചാരിച്ച വ്യക്തി, ആ വ്യക്തിയെ കണ്ടെത്തുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു. ആരാണ് അത് പറയുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാം. ഒരിക്കലും സാറിനത് കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സാറിനത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേങ്കിൽ ഈ കവിതയിലും ഭക്ഷണത്തിലും ആ ശ്രദ്ധ മാറിപ്പോയതാണ്. അല്ലെങ്കിൽ എൻ്റെ ചെറിയ ഒരു മനസ്സിൽ ഇത്ര കാര്യങ്ങൾ അറിയുന്ന ഒരാൾക്ക് ഒരിക്കലും സാറിനത് മനസ്സിലാക്കാൻ കഴിയില്ല എന്നെനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല. ശിവശങ്കരി തമിഴ് സാഹിത്യത്തിൻ്റെ ഹൃദയമിടിപ്പാണ് ശിവശങ്കരിയുടെ രചനകളിലൂടെ സഞ്ചരിക്കാതെ ഒരു വായനക്കാരനും ഒരു എഴുത്തുകാരിക്കും കടന്നു പോകാനും കഴിയും. സുന്ദരരാമസ്വാമിയും ശിവശങ്കരിയും ചേർന്നാണ് തമിഴ് സാഹിത്യത്തിൽ 2 വ്യത്യസ്തങ്ങളായ കഥാവസന്തങ്ങൾ പുരുഷ സ്ത്രീ രൂപങ്ങളിൽ സൃഷ്ടിച്ചത്. അല്ലേ? വെരി ഗുഡ്. മനോഹരമായ ചിന്ത. യു ഹാവ് won ₹25,000 ഫ്രം മിർ റിയൽറ്റേഴ്സ്. ശിവശങ്കരി 1942 ഒക്ടോബർ 14 മദ്രാസിൽ ജനിച്ച ശിവശങ്കരി പ്രശസ്ത തമിഴ് സാഹിത്യകാരിയും ആക്ടിവിസ്റ്റുമാണ്. വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിന്റെ സങ്കീർണമായ സാഹചര്യങ്ങളെ പഠനവിധേയമാക്കുന്നവയായിരുന്നു ശിവശങ്കരിയുടെ രചനകൾ. ഒരു മനിതനിൻ കഥൈ ശിവശങ്കരിയുടെ വളരെ പ്രശസ്തമായ രചനയാണ്. 30ഓളം നോവലുകളും 13ഓളം യാത്രാവിവരണങ്ങളും 150ഓളം ചെറുകഥകളും രചിച്ചിട്ടുണ്ട്. മിക്ക രചനകളും ഇംഗ്ലീഷിലേക്കും മറ്റു ഭാഷകളിലേക്കും തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. ശാലിനി, ഓൾ ദ ബെസ്റ്റ്. ശാലിനി ആദ്യ റൗണ്ടിൽ ശിവശങ്കരിയെ വിചാരിച്ച് മിർ റിയൽറ്റേഴ്സിന്റെ 25,000 രൂപയുടെ ക്യാഷ് അവാർഡ് സ്വന്തമാക്കി. 2ാം റൗണ്ടിൽ ശാലിനി ഒരു സംഭവം ഓർത്തു. അതിനു മുൻപ് പ്രേക്ഷകരോടുള്ള എൻ്റെ ഈ ദിവസത്തെ 2ാമത്തെ സൂചന. എൻ്റെ വംശവൃക്ഷത്തിൻ്റെ വേരുകൾ കൊല്ലം ജില്ലയിലാണെങ്കിലും ഞാൻ ജനിച്ചതും ജീവിച്ചതും പോരാടി മരിച്ചതും ഇന്ത്യയിലല്ല. 2ാം റൗണ്ടിൽ ശാലിനി ഒരു സംഭവം ഓർത്തു. ആ സംഭവം ഇടവേളയിൽ ജൂറിക്ക് കൈമാറുകയും ചെയ്തു. ആ സംഭവം ജൂറി അംഗീകരിക്കുന്നു. ആൻഡ് യു ആർ റെഡി ടു ഹെൽപ്പ് ഹർ. യെസ്, റെഡിയാണ്. ശാലിനി, ഇരിക്കൂ. ശാലിനി, നമ്മൾ 2ാം റൗണ്ടിലേക്ക് കടക്കുന്നതിന് മുൻപ് ആദ്യ റൗണ്ടിൽ മത്സരിച്ചപ്പോൾ ശാലിനിയുടെ കവിതകളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചത്. 2ാം റൗണ്ടിൽ ശാലിനിയുടെ ഭക്ഷണശാലയിലേക്ക് നമുക്ക് കടക്കാം. ഭക്ഷണം നൽകുന്ന ആ വീട് തുടങ്ങിയിട്ട് എത്ര കാലമായി? 15 കൊല്ലമാണ്. 15 വർഷമാണ്. അതിനെക്കുറിച്ചൊന്ന് പ്രേക്ഷകരോട് പറയും. തിരുവനന്തപുരത്ത് ബേക്കർ ജംഗ്ഷൻ
റിസർവ് ബാങ്കിൻ്റെ സൈഡിൽ അടുത്തൂടെയാണ്. തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിൽ റിസർവ് ബാങ്കിനോടുള്ള ചേർന്നുള്ള വഴിയിലാണ് ശാലിനിയുടെ ആ ഭക്ഷണശാല അല്ലേ? അവിടെ ഒരിക്കൽ MT വന്നിരുന്നു. ആ നിമിഷത്തെക്കുറിച്ചൊന്ന് പറഞ്ഞു. എൻ്റെ മൂന്നാമത്തെ കവിതാ സമാഹാരം അക്ഷരത്തുട്ടുകൾ എന്ന പുസ്തകത്തിന് സാറാണ് അവതാരിക എഴുതിയത്. അക്ഷരക്കൂട്ടുകൾക്ക് അവതാരിക എഴുതിയത് അക്ഷരത്തുട്ടുകൾക്ക് MT സാറാണ് അവതാരിക എഴുതിയത്. അവതാരിക എഴുതി കഴിഞ്ഞ് സാർ തിരുവനന്തപുരത്ത് വരുമ്പോൾ അവിടെ വന്ന് ഭക്ഷണം കഴിച്ചു. അവതാരികയുടെ അവസാനത്തിൽ MT എഴുതുന്നു, അനുഭവങ്ങൾ ചായക്കൂട്ടില്ലാതെ വാക്കുകളായി പിറന്നു വീഴുമ്പോഴാണ് കവിതയുടെ സത്യം കവിയുടെ സത്യമായി മാറുന്നത്. ആ മാറ്റത്തിൻ്റെ ദൃശ്യങ്ങൾ ഈ കവിതകളിൽ ഞാൻ കാണുന്നു. വാക്കിനെ സ്വന്തം പണിയായുധമാക്കുന്ന ഒരു പ്രത്യേകത കൂടി ഞാൻ ഈ കവിതകളിലൂടെ അറിയുന്നു. പ്രളയത്തിനും കൊടുങ്കാറ്റിനും പേമാരിക്കും ഒടുവിൽ ഈ ലോകം നിനക്ക് മുൻപിൽ അവസാനിക്കുന്നുവെന്ന തോന്നലിൻ്റെ തൊട്ടു മുന്നിലെ സെക്കൻഡിലും നിനക്ക് തലചായ്ക്കാൻ ശബ്ദമുണ്ട് എന്ന്. പക്ഷെ ശാലിനിക്ക് ആ ശബ്ദമില്ല. ശാലിനിയുടെ ശബ്ദം വളരെ വളരെ പതിഞ്ഞതാണ്. കുറച്ചുകൂടി ഉച്ചത്തിൽ സംസാരിക്കും. ഇത് അക്ഷരത്തുട്ടുകൾ എന്നാണ് മൂന്നാമത്തെ പുസ്തകമാണ്. അല്ല, ഈ നമുക്ക് ആഹാരം ഉണ്ടാക്കി തരുന്നല്ല, സ്വയം ഒന്നും കഴിക്കാറില്ല. ഈ ശബ്ദം വരാത്തെന്താ? മൂന്നാമത്തെ പുസ്തകമാണ്. എൻ്റെ മൂന്നാമത്തെ പുസ്തകമാണ് ഇത് അക്ഷരത്തുട്ടുകൾ. അതെ. ആദ്യ പുസ്തകം ഇലച്ചാർത്ത്, ONV സാറാണ് ആ പുസ്തകത്തിന് അവതാരിക എഴുതി. അതെ. രണ്ടാമത്തെ പുസ്തകം മഴനാരുകൾ, അതിന് പ്രശസ്ത കവയിത്രി സുഗതകുമാരി ടീച്ചറാണ് ആ പുസ്തകത്തിന് അവതാരിക എഴുതി എന്നെ അനുഗ്രഹിച്ചത്. മൂന്നാമത്തെ പുസ്തകമാണ് അക്ഷരത്തുട്ടുകൾ. ONV ആദ്യം എഴുതി, പിന്നെ സുഗതകുമാരി ടീച്ചർ എഴുതി, പിന്നെ MT എഴുതി ടീച്ചർ എഴുതി അവതാരിക. അതുമാത്രമല്ല, മൂന്നാമത്തെ പുസ്തകത്തിന് അവതാരിക എഴുതിയതിന് ശേഷം MT സാറ് കടയിൽ വരികയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തൊരു വലിയ വാർത്തയാവുകയും, അതുമാത്രമല്ല ആ ദിവസം എനിക്കൊരു നിധി പോലെ ഞാൻ എൻ്റെ ഓർമ്മയിൽ സൂക്ഷിക്കുകയാണ്. കാരണം അത്രയും വലിയൊരാൾ ഒരു മലയാളത്തിൽ. അതൊന്നും അല്ലല്ലോ മനസ്സിൽ വിചാരിച്ച സംഭവം ആണോ? എന്റെ കടയിൽ വന്നതാണോ സംഭവം? അല്ല. ശരി. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് ചോദിക്കാം. റെഡി? അശ്വമിത്രമേ, ശാലിനിക്ക് വീണ്ടും നീ തുണയേകുക. ശാലിനി വിചാരിച്ചതൊരു നല്ല സംഭവമാണോ? അല്ല. അല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല സംഭവമല്ല. അല്ല. അതായത് നല്ലതെന്നും മോശമെന്നും വേർതിരിച്ച് പറയാൻ കഴിയില്ല. ചിലർക്ക് നല്ലതും ചിലർക്ക് മോശവുമാകാം ആ സംഭവം എന്നാണ് ശാലിനി ഉദ്ദേശിച്ചത്, അല്ലേ? അല്ല, അത് തീർത്തും മോശമായൊരു സംഭവം തന്നെയാണ് ലോകത്തിലെ എല്ലാവർക്കും. ശാലിനിക്ക് നല്ലതല്ല എന്നാണോ? അതോ അല്ല, നോക്കാം. നല്ല സംഭവമല്ല. ഏഷ്യയിൽ നടന്ന സംഭവം ആണോ? ആണ്. ഇന്ത്യയിൽ നടന്ന സംഭവം അല്ല. അല്ല. ക്വസ്റ്റ്യൻ നമ്പർ 4, ഒരു വ്യക്തിയുടെ മരണമാണോ? അത് ആണ്. ശാലിനി എന്ന കവയിത്രി, അതൊരു നല്ല സംഭവം, എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല സംഭവമല്ല എന്ന് പറയുമ്പോൾ, കവിതയെ സ്നേഹിക്കുന്ന എനിക്കും അതൊരു നല്ല സംഭവമല്ല എന്ന തോന്നലുണ്ടാവണം എങ്കിൽ 4 ചോദ്യങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ നിങ്ങൾ വിളമ്പിത്തന്ന പൊരിച്ച മീൻ കഴിച്ചതിൻ്റെ നന്ദിയില്ലാതെ തന്നെ ഒരു വൈഡ് ഗസ് ഞാൻ നടത്തിക്കോട്ടെ. ഇസ് ഇറ്റ്? അത് സദ്ദാം ഹുസൈൻ്റെ വധമായിരുന്നു. അല്ല. അല്ല. അയ്യോ, അല്ല. 1980 ശേഷം നടന്ന സംഭവം ആണ്. ഒരു വ്യക്തിയുടെ മരണമായിരുന്നു. ആണെന്ന് പറഞ്ഞു. ആ മരിച്ച വ്യക്തി പുരുഷനാണോ? ഇല്ല, സ്ത്രീയാണ്. അവൾ കിഴക്കിന്റെ പുത്രിയാണ്. ഡോട്ടർ ഓഫ് ദ ഈസ്റ്റ് ആണ് അവൾ. അങ്ങനെ അറിയപ്പെടുന്നവളാണ്. അവളുടെ അച്ഛൻ സുൽഫീക്കറാണ്. സുൽഫീക്കർ അലി ഭൂട്ടോയാണ് അവളുടെ അച്ഛൻ. അല്ല. 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 ശാലിനി മരിക്കുന്നതിന് മുൻപ് അവൾ എഴുതിയ കത്ത് വായിച്ചു. ലോകം മുഴുവൻ വായിച്ചു. ലോകം മുഴുവൻ വായിച്ചു, അല്ലേ? ഒരു പെൺമനസ്സിന് അതൊരു നല്ല സംഭവമല്ല എന്നേ പറയാൻ കഴിയും. ലോകത്തിലെ ഏത് മനുഷ്യ മനസ്സിനും അതൊരു നല്ല സംഭവമല്ല എന്ന് തന്നെ പറയാൻ കഴിയും. ചില ഭരണകൂട വ്യവസ്ഥിതികൾക്ക്
അത് നല്ല സംഭവമാകാം. മനുഷ്യഹൃദയങ്ങൾക്ക് അത് നല്ല സംഭവമല്ല. സ്വന്തം ശരീരത്തിനെ ക്രൂരമായി ആക്രമിച്ച് കീഴ്പ്പെടുത്തിയവനെ പ്രതിഷേധത്തിൻ്റെയോ പ്രതിസ്വരത്തിൻ്റെയോ ആത്മരക്ഷയുടെയോ പേരിൽ തിരികെ അപായപ്പെടുത്തേണ്ടി വരുന്ന ഒരു പാവം നിസ്സഹായയായ സ്ത്രീയെ തൂക്കുമരത്തിലേറ്റുന്നത് ഒരു നല്ല സംഭവമാണെന്ന് ലോകം പറയില്ല. സോ that was the capital punishment happened in Iran to the lady, right? 2014 ഒക്ടോബർ 25 റൈഹാന ജബ്ബാരി തൂക്കിലേറ്റപ്പെട്ട സംഭവം. തന്നെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചയാളിനെ കുത്തിക്കൊലപ്പെടുത്തിയെന്ന് ആരോപിക്കപ്പെട്ടതിനെ തുടർന്ന് വധശിക്ഷയ്ക്ക് വിധേയയായ ഇറാനി വനിതയാണ് റൈഹാന ജബ്ബാരി മലേരി. ഇറാനിലെ മുൻ രഹസ്യാന്വേഷണ വകുപ്പ് ഉദ്യോഗസ്ഥനായ മുർത്താസ അബ്ദുൽ അലി ഷർബന്ദിയെ കൊലപ്പെടുത്തിയെന്ന കേസിലാണ് 2007 റൈഹാനയെ അറസ്റ്റ് ചെയ്തത്. തനിക്കെതിരായ ആരോപണം കോടതിയിൽ തെളിയിക്കപ്പെട്ടുവെങ്കിലും സ്വയരക്ഷാർത്ഥം ചെയ്തതാണെന്ന് തെളിയിക്കുവാൻ കഴിയാത്തതിനെ തുടർന്ന് ഇറാനിലെ നിയമപ്രകാരം റൈഹാനയെ തൂക്കിലേറ്റി. നല്ല ചിന്ത. അതൊരു നല്ല സംഭവമല്ല. ശാലിനിയുടെ കാഴ്ചപ്പാട് തന്നെയാണ് ശരി. മനുഷ്യ മനസ്സിനൊരിക്കലും അതൊരു നല്ല സംഭവം. ശാലിനിയുടെ കവിതകളിൽ ഒന്നിൽ ഞാൻ എവിടെയോ മറിച്ചു നോക്കിയപ്പോൾ കണ്ടതാ. അതെ, ആ വരി തന്നെയാണ് ഇപ്പോൾ എടുത്തത്. നൽകി പറ്റാത്തൊരു പ്രേമാതിഥേയ ഞാൻ, ചോർന്നു തീരാത്തൊരു സ്നേഹപാത്രം ഞാൻ. ആഹാരം നൽകി പറ്റാത്ത ഒരു പ്രണയം നിറഞ്ഞ ആതിഥേയാണ് ശാലിനി. ചോർന്നു തീരാത്ത ഒരു സ്നേഹത്തിൻ്റെ പാത്രവുമാണ് ശാലിനി. അതുപോലെ അവരുടെ മനസ്സിലും ചോർന്നു തീരാത്ത ഒരു സ്നേഹത്തിൻ്റെ പാത്രമുണ്ടായിരുന്നു. കഴുത്തിൽ കുലക്കയർ മുറുകി അവസാനത്തെ ശ്വാസത്തിനു വേണ്ടി പിടഞ്ഞു മരിക്കുന്നതിന് മുൻപ് അവരെഴുതി വെച്ച വരികളിലുമുണ്ടായിരുന്നു ഈ പ്രപഞ്ചത്തിനോട് പറയാൻ നൊമ്പരത്തിൻ്റെ കുറെ. അല്ലേ നിമ്മി, പ്ലീസ്. ഇത് ഞങ്ങളുടെ അശോഭാണ്. ഒപ്പം ശാലിനിക്ക് മിർ റിയൽറ്റേഴ്സ് നൽകുന്ന 5000 രൂപയുടെ ക്യാഷ്. നൽകി പറ്റാത്ത ഒരു പാനപാത്രമാണ് ഓരോ മനുഷ്യൻ. അവൻ നൽകുന്ന അക്ഷരം അവൻ്റെ സ്നേഹമാണ്. ചുറ്റുമുള്ള മനുഷ്യരോട്, സഹജീവികളോട്, പ്രകൃതിയോട്. തിരികെ വരാം ഈ ഇടവേളയ്ക്ക് ശേഷം. അതിനു മുൻപ് പ്രേക്ഷകർക്കുള്ള ഈ ദിവസത്തെ അവസാനത്തെ സൂചനയിലേക്ക് ഞാൻ കടന്നു. അവസാനത്തെ സൂചന ഇതാണ്. പെറ്റമ്മയെയും പിറന്ന നാടിനെയും തിരികെ പോയി കാണാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ട് ഞാൻ പൊരുതി മരിച്ച എൻ്റെ നാട്ടിൽ നിന്നും നിങ്ങളുടെ ഇന്ത്യയിൽ. ശാലിനി ഈ കസേര മറ്റൊരു മത്സരാർത്ഥിക്ക് വേണ്ടി അവശേഷിപ്പിച്ചിട്ട് പോയപ്പോൾ സ്വന്തം ചാരിത്രം സംരക്ഷിക്കുവാൻ വേണ്ടി 2007 ഒരു കൊല ചെയ്യേണ്ടി വന്ന റൈഹാനയെ പോയ നാളുകളിലൊന്നിൽ തൂക്കിക്കൊന്നതിൻ്റെ വ്യഥയും വേദനയും നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിൽ ബാക്കി നിൽക്കുന്നു. ആ വ്യഥ തൽക്കാലം മറക്കാം. നമുക്ക് സ്വാഗതം ചെയ്യാം ഈ ദിവസത്തെ അടുത്ത മത്സരാർത്ഥിയെ. ഊർജ്ജസ്വലമായ നിമിഷങ്ങൾ ഓഡിഷനിൽ പങ്കുവച്ച ആ മത്സരാർത്ഥി ആര്? കാണാം ഈ പ്രൊഫൈൽ. എൻ്റെ പേര് ലത്തീഫാണ്. ഞാൻ മഞ്ചേരി ജില്ലയിൽ താമസം. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് പുൽപ്പറ്റ പഞ്ചായത്തിൽ തോട്ടക്കാടാണ് താമസം. അപ്പോൾ വേറെ ഒരു ചാനലിലെ അല്ല വേറിട്ടൊരു ചാനലിലെ വേറിട്ട ചില പരിപാടികളിൽ പെട്ടതിന് വർഷമേധം അന്നേ അതിന് ആകർഷണം കൊടുത്തിരുന്നു. അപ്പോൾ അങ്ങനെ വേറെ ആരോ എൻ്റെ പേര് എഴുതി കൊടുത്ത് അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അങ്ങനെയാണ് അവിടുന്ന് സെലക്ഷൻ കിട്ടി ഇങ്ങോട്ട് വരുന്നത്. അദ്ദേഹത്തിനെ ഒന്ന് മാറ്റിയിരുന്നു. ഈ ചെറുപ്പക്കാരുടെ കൂടെയാണോ അദ്ദേഹത്തിനായിട്ട് മത്സരിപ്പിക്കുന്നത്? അദ്ദേഹത്തിന് നമുക്ക് ഒറ്റയ്ക്ക് ഇവിടെ ഇരുത്താം. ഒരു സാധാരണ മനുഷ്യനാണെങ്കിലും ഇപ്പൊ വേറിട്ട ഒരു മനുഷ്യനെന്ന് അറിയപ്പെടുന്നു. എന്തുകൊണ്ടാണ് അത്? ഞാനൊരു സഹൃദയനാണ്, ഒരു ആസ്വാദകനാണ്. എഴുതപ്പെട്ട ഇതിഹാസങ്ങളെല്ലാം പെണ്ണിനെ പറ്റി, കഥകൾ കവിതകൾ കാവ്യങ്ങളാകെ പെണ്ണിനെ ചുറ്റി പറ്റി. കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചാലൊക്കെ ഉത്തരം പറയാൻ പറ്റുമോ? പറ്റുന്നതിനൊക്കെ ഉത്തരം പറയും. അല്ല അതേ പറ്റും. കാളുപൂലിയ ആരായൊക്കെ? വിക്ടർ മഞ്ഞില. വിക്ടർ മഞ്ഞില ഗോൾ കീപ്പറായിരുന്നു, പിന്നെ കോച്ചായി. നമ്മുടെ വണ്ടി വണ്ടി നിന്നെ പോലെ വയറിലെനിക്ക് തീയാണെന്നുള്ള പാട്ട് പാടിയതാരാ? മെഹബൂബ്. മെഹബൂബ.
ഇപ്പൊ ഏത് വർഷം ഈ നമ്മുടെ മലബാർ ലഹള നടന്നത്? 921. കഥാബീജം എന്ന് പറയുന്ന നാടകം എഴുതിയ ആള് ബേപ്പൂര ജീവിച്ചത് അവസാനം ആരാണെന്നറിയോ? വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പൊ ഇക്ക വണ്ടിക്ക് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തു അവരറിയിച്ചോളൂ. ഒരു യാഥാസ്ഥിക മുസ്ലിം കുടുംബത്തെ ഞാൻ കല്യാണം കഴിച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടിക്ക് ഫോട്ടോ കയറണപ്പോൾ എൻ്റെ ഭാര്യൻ്റെയും എൻ്റെ 2 കുട്ടികൾ പിന്നെ സെറീന സിഫ്നാറിന് 2 കുട്ടികളും കൂടി എങ്ങനെയായാലും പോകണം, കൈരടിയിലൊക്കെ അങ്ങനെ ഒരു ചാൻസ് കിട്ടുക വെച്ചാൽ പോകാതെക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ ഒരു കാരണത്താലാണ് പോകണത്. അപ്പോൾ അവർ എപ്പോഴും ഇതൊക്കെ ഇങ്ങനെ ഈ പിന്നെ ചാനലൊക്കെ മാറ്റി വെച്ച് ഈ കാര്യങ്ങൾ കാണും. ഇതിൽ മത്സരിച്ച് വിജയിക്കുകയാണ് ചെയ്ത് നിരന്തരം എന്നെ പ്രോത്സാഹിപ്പിച്ച് അവിടുന്ന് അയച്ച സുഹൃത്തുക്കളും ആണ് ഈ പൈസയൊക്കെ സ്വരൂപിച്ച് തന്നത്. അപ്പോൾ അവർക്കൊക്കെ ഒരു ചെറു ഡിന്നർ എന്തെങ്കിലും കൊടുക്കണമെന്നും എൻ്റെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് ഈ കിട്ടുന്ന സംഖ്യ കൊണ്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊരാഗ്രഹം മാത്രമേ ഉള്ളൂ. അതെ, അത് മഞ്ചേരിക്കാരുടെ സ്വന്തം ലത്തീഫിക്കയാണ്. ശ്രീ അബ്ദുൽ ലത്തീഫ്, സ്വാഗതം. സാധാരണ ഇവിടെ ഒരാൾ വന്നു നിന്നാൽ ഉടൻ യാഗം തുടങ്ങും. പക്ഷേ നിങ്ങൾ നമ്മുടെ ഓഡിഷൻ്റെ എല്ലാ ജില്ലകളിൽ നിന്ന് നടന്ന ഓഡിഷനിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറായി മാറിയ ആളാണ്. ഏറ്റവും കൂടുതൽ കരഘോഷങ്ങൾ കേട്ട ആളാണ്. അതുകൊണ്ട് തന്നെ ഒരു 2 വരി മാപ്പിളപ്പാട്ട് പാടിയിട്ടുണ്ട്. മാപ്പിളപ്പാട്ടിൻ്റെ ആചാര്യനായി മലപ്പുറം ജില്ലയിൽ പരക്കെ അറിയപ്പെടുന്ന മോയിൻകുട്ടി വൈദ്യരുടെ ഹുസ്നുൽ ജമാൽ ബദറുൽ മുനിയുള്ള 2 വരി പാടും. ഹുസ്നുൽ ജമാൽ. തടകി മണത്ത സമയത്തിൽ ഉടനവനെത്തി മനസ്സുള്ളിൽ സരസജ മുറ്റേ മാധുരത്തെ ഹുസ്നുൽ ജമാല അവളുടെ തരമഹിതൊക്കെ മാറന്തിടും എന്നതുടഹല. ശരി, നമുക്ക് യാഗത്തിലേക്ക് ഇറക്കാം. ആ ബൗളിൽ നിന്ന് ഒരു വിഷയമെടുക്കും. എന്താണ് ഇക്ക? കവിത. കവിത താഴെ ഇട്ടുണ്ട്. ഞാൻ പറയുന്ന വാചകം ശരിയോ തെറ്റോ എന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ എൻ്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നുന്നു, നിങ്ങൾ അവരുടെ നിറഞ്ഞ കണ്ണുകൾ ചുഴന്നെടുക്കുന്നു, നിങ്ങൾ ഞങ്ങളുടെ കുഴിമാടം കുളം തോണ്ടുന്നു, നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് എന്ന വരികൾ എഴുതിയത് കടമ്മിട്ട രാമകൃഷ്ണനാണ്. ശരിയോ തെറ്റോ? കടമ്മിട്ട രാമകൃഷ്ണൻ കുറത്തി എന്ന് പറഞ്ഞ ശരിയല്ലേ? കൺഗ്രാജുലേഷൻസ്. മിർ റിയൽറ്റേഴ്സിന്റെ 1000 രൂപയുടെ ക്യാഷ് അവാർഡ് സ്വന്തമാക്കി ഇക്ക 2ാം ബൗളിലേക്ക്. കണ്ടുപിടുത്തങ്ങൾ. ഞാൻ പറയുന്ന ചോദ്യത്തിന് 2 ഉത്തരങ്ങൾ ഉണ്ടാകും. അതിൽ ശരിയായ ഉത്തരം ഏത് എന്ന് വേണം ഇക്ക പറയാൻ. മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത് ആര് എന്നാണ് എൻ്റെ ചോദ്യം. മൊബൈൽ ഫോൺ ഇപ്പൊ എല്ലാവരുടെ കയ്യിലുണ്ട്, കുട്ടികളുടെ കയ്യിൽ വരെയുണ്ട്. ഉത്തരങ്ങൾ: ജെയിംസ് വാർട്ടിൻസൺ, മാർട്ടിൻ കുയിപ്പർ. മാർട്ടിൻ കുയിപ്പർ ശരിയായ ഉത്തരമാണ്. കൺഗ്രാജുലേഷൻസ്, യു ആർ 1 rupees 2500 ഫ്രം മിർ റിയൽറ്റേഴ്സ്. 3ാമത്തെ ബൗളിലേക്ക്. യുദ്ധം. 100 വർഷത്തെ യുദ്ധം. 100 വർഷത്തെ യുദ്ധം എത്ര വർഷമുണ്ടായിരുന്നു എന്നാണ് ചോദ്യം. 1 ചോയ്സ് എ 100, 2 100-ൽ താഴെ, 3 100-ലേറെ. 100-ലേറെ. 3ാമത്തെ ശരിയാണ്. കൺഗ്രാറ്റുലേഷൻ, യു 1 rupees 5000 ഫ്രം മിർ റിയൽറ്റേഴ്സ്. ശരിയായ ഉത്തരം. ഇനി നമുക്കൊരു കാഴ്ച കാണാം. ആഹാ, ആരായൊക്കെ ഇത്? ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂരിപ്പാട്, EMS എന്ന 3 അക്ഷരത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി. ആണോ? കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി. നോക്കട്ടെ. അദ്ദേഹത്തിന്റെ ആണ്. ശരി തന്നെയാണ്. 1000 ഫ്രം മിർ റിയൽറ്റേഴ്സ്. നമുക്ക് ഇക്കയെ കുറിച്ച് കൂടുതൽ അറിയണം. നിങ്ങളൊന്ന് അമ്പരന്നു ഇതൊക്കെ കണ്ടിട്ടല്ലേ? ഞാനും ആദ്യം അമ്പരന്നു. പക്ഷെ എനിക്കിപ്പോ ഇക്കയെ കുറിച്ച് അറിയാം. ദ ടൈം ബോംബേഴ്സ് ബ്ലാസ്റ്റേഴ്സ്. നിങ്ങൾ ഈ കണ്ടതെല്ലാം
ചെറിയ ചെറിയ സാമ്പിൾ മാത്രം. നാളെ നിങ്ങൾ കാണാനിരിക്കുന്നത് ശ്രീ അബ്ദുൽ ലത്തീഫ് എന്ന ഇക്കയുടെ ഒരൊന്നൊന്നര വെടിക്കെട്ട്. കാതോർത്തിരിക്കണം, കൺപാർത്തിരിക്കണം. സൂചന 1. ഞാൻ ചാൾസിന്റെ അച്ഛൻ. സൂചന 2. എന്റെ വംശവൃക്ഷത്തിന്റെ വേരുകൾ കൊല്ലം ജില്ലയിലാണെങ്കിലും ഞാൻ ജനിച്ചതും ജീവിച്ചതും പോരാടി മരിച്ചതും ഇന്ത്യയിലല്ല. സൂചന 3. പെറ്റമ്മയെയും പിറന്ന നാടിനെയും തിരികെ പോയി കാണാനാകാത്ത ഒരുപാട് പേരുണ്ട്. ഞാൻ പൊരുതി മരിച്ച എന്റെ നാട്ടിൽ നിന്നും നിങ്ങളുടെ ഇന്ത്യയിൽ. നിങ്ങളുടെ ഉത്തരങ്ങൾ 7025125598 എന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ SMS അയച്ചു തുടങ്ങുക. അയക്കേണ്ട ഫോമാറ്റ് ASM സ്പേസ് ആൻസർ സ്പേസ് നെയിം. ഉത്തരങ്ങൾ ashwamedham@kairalitv.in എന്ന മെയിൽ ഐഡിയിലേക്ക് ഇമെയിലായും അയക്കാവുന്നതാണ്. കഴിഞ്ഞ എപ്പിസോഡിലെ പ്രേക്ഷകർക്കായുള്ള സൂചനകളുടെ ഉത്തരം ആർദർ ആഷ്. ശുഭരാത്രി ഫ്രം GS.